ഹായ് കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള കുറച്ച് ക്രോഷ്യ ഐറ്റംസിനെ പറ്റിയാണ് കേട്ടോ. ബിഗിനേഴ്സ് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മുടെ ഈ വില കുറഞ്ഞിട്ടുള്ള 14 രൂപയ്ക്കൊക്കെ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കിട്ടുന്ന യാൺ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഒരു ബിഗിനർ ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചുകളെ പറ്റിയൊന്നും അറിയില്ല. അപ്പം നമ്മൾ വില കൂടിയ യാണൊക്കെ വാങ്ങി വെറുതെ അത് നശിപ്പിച്ച് കളയണ്ട. അതുകൊണ്ട് ഇങ്ങനെയുള്ള വില കുറഞ്ഞ യാണുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ചുകളൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ നല്ലതായിരിക്കും. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം വലിയ നമ്മൾ എന്താ പറയുക, ഒരു 100 ഗ്രാമിൻ്റെ ഗംഗ ബ്രാൻഡ് പോലുള്ള അങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ആ നൂലിന് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിരിക്കും. ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അത് മെൻഷൻ ചെയ്യും. പക്ഷേ നമ്മൾ ഈ 14 രൂപയ്ക്ക് 12 രൂപയ്ക്കൊക്കെ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന യാണിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ ഇത് 25 ഗ്രാംസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബണ്ടിൽ വെച്ചിട്ട് നമുക്ക് വലിയ പ്രോജക്റ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ കീ ചെയിൻ പോലുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റിച്ചുകൾ നമുക്ക് നന്നായിട്ട് ഈ യാണിൽ പഠിച്ചെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള യാണുകൾ വാങ്ങിയിട്ട് സ്റ്റിച്ചുകൾ ആദ്യം നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. ചെയിൻ സ്റ്റിച്ച് ആയാലും മാജിക് റിങ് ആയാലും അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ ഗംഗ ബ്രാൻഡിൻ്റെ ഒലിവിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യാണാണിത്. ഇത് ഞാൻ പ്രോജക്റ്റ് ചെയ്ത് തീർന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് ഹുക്കാണ് ഈ യാണിന് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇതിലും ചെറിയ രീതിയിൽ പിൽസൊക്കെ ഉണ്ട്. ആൻറ്റി പിൽ യാണല്ല, എന്നാലും നമുക്ക് ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ കിട്ടാറുണ്ട്. പ്രോജക്റ്റുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് ഹുക്കുകളാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വലിയ വലിയ ഹുക്കുകളൊന്നും ഉപയോഗിച്ച് സ്റ്റിച്ച് പഠിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ചുകൾ കിട്ടത്തില്ല. അപ്പോൾ ഇത് 2.5ൻ്റെ 2 നീഡിൽസാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ ഹുക്കിൽ 2.5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്താ പറയുക, ഇതൊരു റബ്ബർ ടൈപ്പാണ് ഇതിൻ്റെ ഒരു നമ്മൾ പിടിക്കുന്ന ഭാഗം. പിന്നെ ഓറഞ്ച് കളറിലുള്ളതെന്ന് വെച്ചാൽ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമുക്കിത് പിടിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈക്ക് ഏതാണോ വഴങ്ങുന്നത് അങ്ങനെയുള്ളത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റേതോ ഇങ്ങനെയുള്ള റബ്ബർ ടൈപ്പ് ആണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൈ വിയർക്കുന്ന സമയത്തൊക്കെ നമുക്കത് വിട്ടുപോവാതൊക്കെ നിൽക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഹെഡ് എന്ന് വെച്ചാൽ 2.5 ആണ് രണ്ടും. പക്ഷേ ഒരെണ്ണത്തിൽ B2.5 എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഓറഞ്ച് കളറുള്ളത്. അപ്പോൾ അതിൻ്റെ ഹെഡും ഇതിൻ്റെ ഹെഡുമായിട്ട് നല്ലൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരുപാടില്ല, എന്നാലും ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചുകളെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 4.5ൻ്റെ ഒരു എന്താ പറയുക ഹുക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചുകളെല്ലാം നല്ല രീതിയിൽ പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്ററായിട്ട് കിട്ടുക. ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് ലൂസായിട്ട് വന്നുകൊണ്ടിരിക്കും, നമുക്ക് ശരിയാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിച്ചുകൾ നല്ല രീതിയിൽ പഠിച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഇത് വെച്ചിട്ട് പഠിച്ച് കഴിഞ്ഞിട്ട് വലിയ ഹുക്കുകൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിത്രയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. വേറെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളതുകൊണ്ട് ഈ 3 എണ്ണമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനിയുള്ളതെന്ന് വെച്ചാൽ പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു നീഡിലിന് പകരമായിട്ട് സ്റ്റീൽ മാത്രമായിട്ടുള്ളത് അങ്ങനെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗ്രിപ്പ് കിട്ടാറില്ല കൈക്ക്. അപ്പോൾ അത് കഴിവതും യൂസ് ചെയ്യാതിരിക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാ പ്രോജക്റ്റുകളും ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 2.5ൻ്റെ ഈ ഹുക്ക് തന്നെയാണ്. എനിക്കതാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ യാണിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഏത് വെച്ച് ചെയ്യാനാണോ താല്പര്യം അതനുസരിച്ച്. പിന്നെ അതുപോലെ നമ്മുടെ പ്രോജക്റ്റുകളുടെ വലിപ്പം അതനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ ഹുക്ക് യൂസ് ചെയ്യുന്നതും യാൺ യൂസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് നമുക്കതിൽ വ്യത്യാസം വരും. പക്ഷേ നല്ല നീറ്റായിട്ട് നമുക്കെല്ലാം നല്ല രീതിയിൽ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ 2.5 തൊട്ട് ഒരു 3.5 വരെയുള്ള ഹുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്കൊരു സിസർ ആവശ്യമാണ്. നമുക്ക് യാണൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസർ ആവശ്യമാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സിസർ മതി. ഇതിനായിട്ട് പ്രത്യേകിച്ച് സിസേഴ്സൊന്നുമില്ല. പിന്നെ ഉള്ളത് ടേപ്പസ്ട്രി നീഡിലും ഒരു സ്റ്റിച്ച് മാർക്കറുമാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റി പിന്നാണ്. ഇതാണ് സ്റ്റിച്ച് മാർക്കർ. ഇത് വാങ്ങാൻ കിട്ടും. പിന്നെ ഉള്ളത്
നമ്മുടെ ടേപ്പസ്ട്രി നീഡിലാണ്. അത് പല രീതിയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതെൻ്റെ കയ്യിൽ ഞാൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ഒരു നീഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും യാണ് നമുക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബിഗിനറായിട്ടുള്ള ആൾക്ക് ഇത്രേ ആവശ്യമുള്ളൂ. എല്ലാ സാധനങ്ങളും നമ്മൾ അതിൻ്റെ തന്നെ വാങ്ങണമെന്നില്ല. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.